MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യോഗം നടത്തി. ഇടതുവലത് രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഫലമായി ഹിന്ദു സമൂഹം നേരിടുന്ന, പ്രത്യേകിച്ച് പട്ടികജാതി പിന്നോക്കവിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് മതേതര മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഭരണം നടത്തുന്നുവെന്ന് പറയുന്ന LDF സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്നാരോപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശത്തെ വർഗീയതയുടെ ചാപ്പകുത്തി അവഹേളിക്കുന്നതിൽ പ്രതിഷേധിച്ച് സാമൂഹ്യനീതി കർമ്മസമിതി ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്രത്തിന് മുന്നിൽ വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം സംഘടിപ്പിച്ചു. ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം കൊട്ടിഘോഷിച്ച് 20 സീറ്റുകളുള്ളതിൽ 12 സീറ്റ് ഞങ്ങൾ നേടും എന്ന് ഉറക്കെ പ്രസ്താവന ഇറക്കി പൊളിറ്റിക് ബ്യൂറോ മെമ്പേഴ്സിനെ വരെ സ്ഥാനാർത്ഥികളായി, വലിയ വലിയ നേതാക്കന്മാരെയും മുൻ മന്ത്രിമാരെയും സ്ഥാനാർത്ഥികളാക്കി ഓരോ നിയോജകമണ്ഡലത്തിലും നിർത്തിയതായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശം ഉന്നയിച്ചു. 12 സീറ്റുകളെങ്കിലും ഞങ്ങൾ നേടും എന്ന്. അവസാനം അവർക്ക് ഉള്ളൊരു സീറ്റ് നഷ്ടപ്പെടുകയും കഷ്ടിച്ച് രക്ഷപ്പെട്ട് മറ്റൊരു സീറ്റ് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്നുള്ളതാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവനയിൽ പറഞ്ഞത്. ഈ കഴിഞ്ഞ 2 ഭരണകാലഘട്ടം ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളതായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലുള്ളതായ ഭരണം, ഈ ഭരണത്തിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയുള്ളതായ കാലഘട്ടങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതായ ഒരു കാര്യമുണ്ട്: ഹിന്ദു അവഗണനയാണ്. വിവിധ സമുദായ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ച പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് പ്രസിഡന്റ് TP പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. തന്നെ ഈ നാട്ടിലുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും തെറ്റായ പ്രമാണങ്ങളെല്ലാം നൽകിക്കൊണ്ട് കോടതിയെ ധിക്കരിച്ചുകൊണ്ട് നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ കയ്യേറുന്ന സമയത്ത് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുവേണ്ടി ഞങ്ങൾക്ക് സർവാത്മന പിന്തുണ നൽകിയത് ഈ നാട്ടിലുള്ള എല്ലാ ഹൈന്ദവ സുഹൃത്തുക്കളുമാണ്. അതിന് മുഖ്യമായി നമ്മളുടെ ഹിന്ദു ഐക്യവേദി അതിന് ഞങ്ങൾക്ക് വളരെ നിർണായകമായ പിന്തുണ നൽകിയിട്ടുണ്ട്. അതിൽ നമ്മളുടെ വിവിധ ജാതി സംഘടനകളെല്ലാം ശക്തമായി നമ്മളോട് കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ നമുക്ക് സംരക്ഷിക്കുവാൻ സാധിച്ചത്. സാമൂഹ്യനീതി കർമ്മസമിതി താലൂക്ക് സംയോജകൻ PV ജയകുമാർ സ്വാഗതം ആശംസിച്ചു. SNDP യൂത്ത് വുമൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്യാം പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS കരയോഗത്തിന് വേണ്ടി കൃഷ്ണൻകുട്ടിയും വൈശ്യ സമാജത്തിന്റെ പള്ളുരുത്തി മേഖലാ സെക്രട്ടറി KK കൃഷ്ണകുമാർ, ധീവരസഭ താലൂക്ക് പ്രസിഡന്റ് മോഹനൻ എന്നിവർ സംസാരിച്ചു. കുടുംബി സേവാ സംഘം, വിശ്വകർമ്മ സമാജം, GSP തുടങ്ങിയ സമുദായ സംഘടനയിലെ നേതാക്കളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി PP മനോജ്, ഉപാധ്യക്ഷൻ MH ഭഗവത് സിംഗ്, മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം KK സുദേവ്, പള്ളുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി KK റോഷൻകുമാർ, ഏരിയ സെക്രട്ടറി സുദേശ്, KU ഉമേഷ് തുടങ്ങി നിരവധി സംഘടനാ നേതാക്കളും പ്രവർത്തകരും പങ്കാളികളായി. തങ്ങളുടെ സംഘടനാപരമായി വന്നിട്ടുള്ള വീഴ്ചകളും തങ്ങൾ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള നിലപാടുകളും തങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കഴിവുകേടുകളും മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ കുതിര കയറുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, SNDP യോഗം പോലൊരു മഹാപ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത് കോടാനുകോടി ആളുകൾക്ക് താങ്ങായും തണലായും നിലനിൽക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് SNDP യോഗം. കാരണം ഇന്ന് ഏറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും തന്നെ. നമ്മുടെ വിഭാഗത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളും ഏത് തരത്തിലാണ് അവരനുഭവിക്കുന്നത്, അതിലെന്ത് പ്രതിസന്ധി, ആ
വിഷയങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, അവർക്ക് എന്ത് സഹായം ചെയ്യാൻ സാധിക്കും, രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായിട്ട്. എം കെ അജയകുമാർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.